അമ്മ അമ്മയുടെ ആങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ അമ്മാവൻ അങ്ങേര് കാട്ടിക്കൂടണ വല്ല അറിയണ്ട അമ്മ? ഞാൻ അറിഞ്ഞു. കൃഷ്ണ എല്ലാം വന്ന് എന്നോട് പറഞ്ഞു. അമ്മ അമ്മാവനൊന്ന് ഉപദേശിക്കണം, വളരെ നല്ലതായിരിക്കും. എടി ഞാൻ എന്തു ഉപദേശിക്കാനാ? അവൻ എന്തു തെറ്റ് ചെയ്തിട്ടാ? ആ അമ്മാവൻ എന്തോടി സഞ്ജുനോട് പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് ആ ചെക്കനോട് പറയാ? എടി അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഡോക്ടറിന്റെ മക്കളും ഡോക്ടറാവും, വക്കീലിന്റെ മക്കളും വക്കീലാവും. നമ്മുടെ പ്രകാശന് ഒരു ജോലി ഇല്ലല്ലോ, അപ്പൊ അവനൊരു ജോലിയും കിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. അതിനെന്താന്നേ? അമ്മ പറയുന്ന ഒരു ന്യായമില്ല അമ്മ. എന്റെ ആങ്ങളുടെ കാര്യത്തിൽ ഞാൻ ന്യായോ അന്യായോ ഒന്നും നോക്കത്തില്ല. ഓ അമ്മയ്ക്കപ്പം ഞങ്ങളെയൊക്കെ വലുത് ആങ്ങളെയാണ്. പിന്നല്ലാതെ. എടി നിങ്ങളെ കാണുന്നതിന് മുമ്പേ ഞാൻ എന്റെ ആങ്ങളെ കണ്ടു തുടങ്ങിയതാ. എന്ന് വിചാരിച്ച് ആങ്ങളെ ചെയ്യണം എല്ലാ തെറ്റുകളും സമ്മതിച്ചേരണ? ഞാൻ എന്റെ ആങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. അന്നാ ഞാൻ ചേട്ടന്റെ മക്കളുടെ കൂടെ നിൽക്കുള്ളൂ. നീ ആരുടെ കൂടെങ്കിലും പോയി നിൽക്കുക, ഞാൻ വേണം. അമ്മത്തെ ചേച്ചിയുടെ മുമ്പിൽ ചെന്ന് പെടല്ലേ. അമ്മാവനോടുള്ള ദേഷ്യം കാരണം ചേച്ചി അമ്മനിട്ട് അലക്കും. അലക്കാൻ ഇങ്ങോട്ട് വന്നോട്ടെ, എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. എടി ഇതേ പാടത്തും പരമ്പത്തും കിടന്നുകൊണ്ട് പണിയെടുത്ത കയ്യാ, നല്ല തടമ്പുണ്ട്. അല്ല അവളെ പോലെ കുടുംബശ്രീയിൽ പേന പിടിച്ച് എഴുതുന്നതല്ല. ഈ കൈവച്ച ഒരൊറ്റ കീറങ്ങോട്ട് കൊടുത്ത 7 കണ്ടം മറിയോളൂ. ഈ കൈക്ക് കുഴമ്പിടാൻ വേണ്ടി ചേച്ചി ഈനെ വിളിക്കണ്ടേ? എന്റെ കൈക്ക് പിന്നെ വേദന വന്നാ നീ വരുവാടി എനിക്ക് കുഴമ്പിട്ട് തരാൻ? ഇല്ലല്ലോ. കൈക്കിട്ട് ആരോഗ്യമില്ല, അഹങ്കാരത്തിന് കുറവില്ല. എടി നിന്റെ നാത്തൂനെ തല്ലാനേ എനിക്ക് ഈ കൈയൊന്നും വേണ്ട, എന്റെ നാവ് മാത്രം മതി. അമ്മ നാവും പുറത്തോട്ടോണ്ടിരുന്നോ? നടന്ന തന്നെ. നടന്ന തന്നെ. ആ പുഷ്പയായിട്ട് ഇടഞ്ഞു നിന്നാലേ എനിക്ക് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കിട്ടില്ല. അവളെ പോയിന്ന് സോപ്പിടാം, അല്ലെ എനിക്ക് ഗ്യാസ് കയറും. എടാ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഇടി നിനക്ക് ഇങ്ങനെ പറയാം, ഞാനല്ലേ അപ്പൂപ്പന്റെ ആയെന്നെല്ലാം കയറിയിട്ട് ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞങ്ങളുടെ അടുത്ത് തർക്കുത്തരം പറയാൻ 100 നാവാണല്ല. എന്റെ അപ്പൂപ്പന്റെ അടുത്തൊന്നും പറയാൻ പറ്റിയില്ലേ? അപ്പൂപ്പനെ ഞാൻ പറഞ്ഞാനെ, പുള്ളിയുടെ പ്രായം ഓർത്തോണ്ട് ഞാൻ വെറുതെ വിട്ടതാ. ആണോ? അന്ന് ഇതും അങ്ങനെ വെറുതെ വിട്. ചേച്ചി എനിക്ക് അപ്പൂപ്പൻ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കിയതല്ല സങ്കടം. അച്ഛനും അമ്മയ്ക്കും ഒരു കൂസലും ഇല്ല, അവര് മൈൻഡ് ചെയ്യുന്നില്ല ഈ കാര്യം. അവരെന്നാ പോയി ചോദിക്കണ്ടേ? പ്രതികരിക്കുന്നേ ഇല്ല. പിന്നെ ഈ പൊട്ടാസേഴ്സിന് പ്രതികരിക്കലല്ല അച്ഛൻ്റെ അമ്മയുടെയും പണി. ചേച്ചി അങ്ങനെ പറയണ്ട, അച്ഛൻ നമുക്ക് ഇത്തിരി പേര് പ്രതികരിക്കായിരുന്നു. നീ ഇതിന്റെ പെങ്ങളല്ലേ, നിനക്ക് പ്രതികരിച്ചുകൂടായിരുന്നാ? ഞാൻ പ്രതികരിച്ചതന്നെ, പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്തത്. അയ്യോ, അല്ലാണ്ട് പ്രതികരിക്കാൻ പറ്റാണ്ടല്ല. ചേട്ടന് വേണ്ടി ഞാൻ പ്രതികരിച്ച പോരെ? കുറെ കാലേ ഒന്ന് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. എനിക്ക് വേണ്ടി ആരും പ്രതികരിക്കണ്ട. എന്റെ സ്വഭാവേ അങ്ങനെ ഇപ്പൊ കാണാൻ പോകുന്നേ ഉള്ളൂ, ഞാൻ കാണിച്ചു കൊടുത്തോളാം. ശരി. കുളന്ന വെത്തലയും കൊട്ടാവായി സെവക്കും മച്ചാണിയും മച്ചിനി നാനും. മക്കളെ നിനക്ക് എന്നോട് വഴക്കുണ്ടോടി? എന്തിന്? എന്റെ ആങ്ങളെ സഞ്ജുവിനോട് മോശമായി പെരുമാറിയതിൽ നിനക്ക് എന്നോട് വഴക്കുണ്ടെന്ന് സരിത എന്ന് പറഞ്ഞല്ലോ എന്നോട്. അയ്യാതെ അവള് വെറുതെ പറഞ്ഞതായിരിക്കും, അവക്കായിരിക്കും അങ്ങനെയൊക്കെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല അമ്മേ. അപ്പൊ എന്നോട് നിനക്ക് വഴക്കില്ല? എന്തിന്? അല്ല അമ്മാവൻ സഞ്ജുവിനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ എന്തിനാ അമ്മയോട് വെറുതെ വഴക്കിടുന്നത്? നമ്മുടെ സഞ്ജു എന്തിടി? എനിക്ക് അവനോട് മാപ്പ് പറയണം, എന്നാലേ സമാധാനം കിട്ടും. എന്തിന്? നീ വിളിക്കുക. എന്തി എവിടെ? അമ്മ മാപ്പൊന്നും പറയണ്ട, ഈ കാര്യത്തിലൊന്നും അമ്മ അവന്റെ മുന്നിൽ ചെറുതാകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയണോടി, എനിക്ക് മാപ്പൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമേ ഇല്ല, പറയണ്ട. എന്നാ ഞാൻ എന്റെ ആങ്ങളെ കാണട്ടെ, അവൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അല്ല അമ്മ നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇനി ഇത് ചോദിക്കാൻ പോയിട്ടുണ്ട് അടുത്ത പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ചോദിക്കണ്ട? നമ്മൾ ഇത് ചോദിക്കാൻ പോയാൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അമ്മയൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതോട് ചോദിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ അമ്മ കൂടെ പിറപ്പല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ അത് മാത്രമല്ല, സഞ്ജുവിനെ അങ്ങനെ അമ്മാവൻ പറഞ്ഞെന്ന് കരുതി എനിക്ക് അമ്മാവനോട് പോലും ദേഷ്യമില്ല. ഇനി അഥവാ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ അമ്മ സരിതയോട് പോയിട്ട് ചോദിച്ചു. ഞാൻ എന്തിനാടി സരിതയോട് ചോദിക്കാൻ പോണം? അവളാ സഞ്ജുവിന്റെ പുറകെ നടന്ന അമ്മാവനോട് ഇത് ചോദിക്കണം എന്ന് പറഞ്ഞ് എരികേറ്റി വിട്ടോണ്ടിരുന്നത്. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ. അവളെ ഇന്ന് ഞാൻ ഇവിടെ ഇറക്കി വിടും. അല്ല ഇറക്കിയൊന്നും വിടണ്ട, ഒരടി കൊടുത്താൽ മതി. മതിയോ? മതി. എന്താണേലും കൊടുക്കാടി. പുഷ്പേ, സഞ്ജു, എല്ലാരും ഇങ്ങോട്ട് വന്നേ. എന്നാ പ്രകാശന്റെ ഒച്ചയല്ലേ കേൾക്കുന്നേ? ചേട്ടൻ എന്തിനാണ് കാർ വിളിക്കണത്? ഞാൻ നിന്നെ വിളിച്ച? ഇല്ലല്ലോ, എന്റെ ഭാര്യ കൊച്ചിനെ അല്ലേ വിളിച്ചത്.